അപ്പൊ ഷെഫീക്ക, നമുക്കാണ് ഡെയിലി പണിയുണ്ട്, 5 പൈസ കഴിക്കാൻ നിൽക്കണില്ല. ഈ പെട്ടെന്ന് പൈസക്കാരനപ്പം എന്താ ചെയ്യാ നമ്മള്? എടാ, എൻ്റെ എളിമാൻ്റെ മോണ്ട് ഓൺലൈനിൽ തൈകളൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കണേ. അവനക്ക് നല്ല മെച്ചാണ്. അത് പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വരണേ. ഞാനിപ്പോൾ നല്ലൊരു വീഡിയോ കണ്ട്. ഒരു ലക്കി ബാമ്പു എന്ന് പറഞ്ഞൊരു ചൈനക്കാരൊരു മുളയുണ്ട്. അത് നമ്മൾ വീട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് പല രീതിയിൽ നമുക്ക് സമ്പത്ത് നമ്മുടെ അടുത്തേക്ക് വരും എന്ന് പറയുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് അത്താണിക്കുള്ള പ്ലാന്റ് പാർക്കിൽ ഒന്ന് പോയി നോക്കിയാല. എന്നാ പോയി നോക്കാം. എന്നാ ബരിടാ നോക്കിട്ട് തന്നെ ബാക്കി കാര്യം. എന്നാ പോല നോക്കാം. നേരെ മുട്ട പ്ലാന്റ് പാർക്ക് അല്ലേ? ഇവിടെ കുറെ ചെടികളും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ചോദിച്ചു നോക്കാം അല്ലേ? ഇവിടെ ആരെയും കാണാനില്ലല്ലോ. അവിടെ ഒരു കാക്ക ഇരിക്കണതാ, ചോദിച്ചു നോക്കിയാല. പോയി നോക്ക. കാക്ക, ആള് നല്ല ഉറക്കലുള്ള കാക്കേ. എന്താ മക്കളെ, എന്താ വേണ്ടി? ഷെഫീക്ക് എന്തിനാണ് അതിന്റെ പേര്? കാക്ക, ഈ ലക്കി ബാമ്പ് ഉണ്ടാ? ലക്കി ബാമ്പോ? അത് ഇനിയിപ്പോ ഉണ്ടെങ്കിൽ എത്ര പൈസ ആയാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് 3 ആൾക്കും 3 തൈ വേണം. അതിപ്പോ ഏതാ? അതില്ലല്ലോ. കാക്ക ഈ പേരന്റെ ഉള്ളിൽ വെച്ചാല് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും ഒരാൾ പറഞ്ഞപ്പോ അങ്ങനെ പോന്ന. ആരെ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? നിങ്ങൾ നല്ല തണ്ടും തടിയുള്ള ചെറുപ്പക്കാരല്ലേ? നല്ലോണം അധ്വാനിച്ചാലാണ് ഐശ്വര്യം ഉണ്ടാവുക. കാക്ക, ഇവിടെ ഈ ചന്ദനം ഉണ്ടാവോ? നിങ്ങളെ സോക്കട് എനിക്ക് മനസ്സിലായി. ഇവിടെ ചന്ദനം ഊതും തേക്കും ഒന്നുമില്ല. ഇവിടെ ഉള്ളത് മാവും പ്ലാവും സപ്പോർട്ടയും റംബുട്ടാനും ഒക്കെയാണ്. അതങ്ങോട്ട് കൊണ്ടുപോയിക്കാണ്ട് നട്ടു നനച്ചുണ്ടാക്കി കൂടി എന്നാ നിങ്ങൾക്കും തിന്നാ, നിങ്ങളെ കാലശേഷം നിങ്ങളെ മക്കൾക്കും തിന്നാ. അതേതേലും ആണ് നിങ്ങൾക്ക്? അല്ല, ഞങ്ങൾ ഈ ലക്കി ബാമ്പ് വിട്ടു വെച്ചിട്ട് വന്നതാണ്. മാതിരി ഈ ലക്കിയും കിക്കും ചോദിച്ചുകൊണ്ടൊന്നും ഇനി മേലിൽ ഇങ്ങോട്ട് വരരുത്. ഈ ഐശ്വര്യം ഉണ്ടാകുന്ന സാധനം ഒന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു പോകരുത്. മനസ്സിലായിക്കണ? പോയിക്കോളി. പെട്ടെന്ന് പണക്കാരനാവാനുള്ള അവരുടെ ആഗ്രഹം മുറയിലേ അങ്ങ് ഉരുളിക്കടഞ്ഞു.